ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ ക്ലാസ്. കുട്ടികളെ, നമുക്ക് പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇംഗ്ലീഷ് രണ്ടാം പാദവാർഷിക പരീക്ഷ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു ചോദ്യ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അർഷം മിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ വിഭാഗം ചോദ്യം എന്നുള്ളത് 1 മുതൽ 3 വരെ ചോദ്യങ്ങളിൽ read the excerpt from thank you ma'am and answer the questions that follow. പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. She was a large one with a large purse that had everything in it but hammer and nails. It had a long strap and she carried it slung across her shoulder. It was about 11 o'clock at night and she was walking alone when a boy ran up behind her and tried to snatch her purse. The strap broke, but the boy lost his balance and fell on his back on the sidewalk. The large woman simply turned around, reached down, picked the boy up by his shirt front and shook him until his teeth rattled. അല്ലേ, ഇത് നമ്മൾ താങ്ക് യു മാം എന്ന പാഠഭാഗത്തിലെ പാരഗ്രാഫാണ്. ചോദ്യം എന്താണ്? ഹൗ ഡിഡ് ദ ബോയ് ട്രൈ ടു സ്റ്റീൽ ദ വുമൺസ് പേഴ്സ് ആൻഡ് വാട്ട് ഹാപ്പൻ ടു ഹിം ആഫ്റ്റർവേർഡ്സ്? അല്ലേ, ആ ബോയ്ക്ക് വുമൻ്റെ പേഴ്സ് എന്താണ് സ്റ്റീൽ ചെയ്യാൻ, കക്കാൻ ശ്രമിച്ച കുട്ടി എങ്ങനെയാണ് ശ്രമിച്ചത്, അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നാണ് സംഭവിച്ചത്? ദ ബോയ് റാൻ അപ്പ് ബിഹൈൻഡ് ഹെർ ആൻഡ് ട്രൈ ടു സ്റ്റാൻഡ് ദ വുമൺ പേഴ്സ് ഫ്രം ബിഹൈൻഡ് ബട്ട് സ്ട്രാപ്പ് ബ്രോക്ക് ആൻഡ് ഹീ ഫെൽ ഓൺ ഹിസ് ബാക്ക് ഓൺ ദി സൈഡ് വാക്ക്. അവൻ എന്ത് ചെയ്തു? അതിൻ്റെ പിറകിൽ അവിടെ വീണു. അതാണ് അതിൽ സംഭവിച്ചത്. ഇത്ര ഈ പാരഗ്രാഫിലുണ്ട്, കുറച്ച് വിശദമായി എഴുതിയെന്നുള്ളൂ. വാട്ട് വാസ് ദ വുമൺസ് റിയാക്ഷൻ ആഫ്റ്റർ ദ ബോയ് ഫെൽ ഡൗൺ? ബോയ് വീണപ്പോൾ ആ വുമൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഷീ കിക്ക് ദ ബോയ് ആൻഡ് പിക്ഡ് ഹിം അപ്പ് ബൈ ഹിസ് ഷർട്ട്. അല്ലേ, അവനെ ചവിട്ടിയിട്ട് ഷർട്ടിൽ തൂക്കിയെടുത്തു. അല്ലേ, അടുത്ത് 3 എന്താ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, 3 ഓപ്ഷൻ ഉണ്ട്, അതിലിതാണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻ മേഡ് എ നോയ്സി ഷേക്കിംഗ് സൗണ്ട്. ഷേക്കിംഗ് സൗണ്ട് ഉണ്ടാക്കി എന്ന് പറയുന്ന അർത്ഥമുള്ള ഏതാ? റാറ്റിൽഡ്. അല്ലെ, റാറ്റിൽഡ് ആണ്. ഈ 4 മുതൽ 6 വരെയുള്ള വരികൾ വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കഴുകുക. ഐ ഓൺലി സെഡ് വെൻ ഇൻ ദി ഈവനിങ് ദ റൗണ്ട് ഫുൾ മൂൺ ഗെറ്റ്സ് എൻടാങ്കിൾഡ് എമംഗ് ദ ബ്രാഞ്ചസ് ഓഫ് ദാറ്റ് ഡാദം ട്രീ. കുഡിൻ സംബഡി ക്യാച്ച് ഇറ്റ് ബട്ട് ദാദ laughed at me and said, baby, you are the silliest child I have ever known. The moon is ever so far from us. How could anybody catch it? I said, Dada, how foolish you are. When mother looks out her window and smiles down at playing, would you say she is far away? ചോദ്യം എന്താണ്? What does the child imagine about the moon? മൂണിനെ കുറിച്ച് കുട്ടിയുടെ ഇമാജിനേഷൻ എന്താണ്? The child imagines that when the moon gets entangled among the branches of the tree, it can be easily caught. അല്ലേ, അത് ബ്രാഞ്ചിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന് പിടിക്കാൻ പറ്റുന്നതാണ് കുട്ടി വിചാരിച്ചത്. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ ലൈൻസ് ഫ്രം ദ പോയം ദാറ്റ് ഷോസ് ദ ചൈൽഡ് ഇന്നസെൻസ് ആൻഡ് ഇമാജിനേഷൻ. കുട്ടിയുടെ നിഷ്കളങ്കതയും ഇമാജിനേഷനും സൂചിപ്പിക്കുന്ന വരികൾ ഏതൊക്കെയാണ്? ഐ ഓൺലി സെഡ് വെൻ in the evening the round full moon gets entangled among the branches of the dadam tree. Couldn't somebody catch it? ഇതൊക്കെയാണ്. ഇനി what does dada tell the child about the moon? മൂണിനെ കുറിച്ച് ദാദ എന്താണ് പറഞ്ഞു കൊടുത്തത്? The moon is very close to the tree. The moon can be caught easily. The moon is very far away from us. The moon is smaller than it looks. സി ആണ് അല്ലേ, ഇതാണ് പറഞ്ഞു കൊടുത്തത്. ഇനി 7, റീഡ് ദ ലൈൻസ് ഫ്രം ഗെറ്റ് ടുഗദർ ബൈ യങ് ബ്ലഡ്സ് ആൻഡ് റൈറ്റ് എ ബ്രീഫ് പാരഗ്രാഫ് സമ്മറൈസ് ദ ഐഡിയാസ് കണ്ടെയ്ൻഡ് ഇൻ ദി ലൈൻസ് യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. ഇത് വായിച്ചിട്ട് എന്താണ് അതിനെക്കുറിച്ച് സമ്മറൈസ് ചെയ്യുക. ലവ് ഈസ് ബട്ട് എ സോങ് വി സിംഗ്, ഫിയേഴ്സ് ദ വേ വി ഡൈ, യു ക്യാൻ മേക്ക് ദ മൗണ്ടെയിൻസ് റിംഗ് or make their ankles cry, though the bird is on the wing, and you may not know why. Come on, people now, smile on your brother. Everybody get together. Try to love
one another right now. Some may come, some may go. We will surely pass. When the one that left us here returns for us at last, we are but a moment's sunlight fading in the grass. The hints കൊടുത്തിട്ടുള്ളത് love unites people, fear destroys, life is short, all are part of one family, message of peace and brotherhood, imagery, repetition, symbolism. ഇതൊക്കെ ഇതിൽ വരണം എന്നൊക്കെയാണ്. എങ്ങനെ എഴുതാം നമുക്ക്? The song Get Together by the Young Blood says that the love unites people while fear destroys them. Life is short like a moment, a sunlight fading in the grass. We are all the part of one human family. The poet asks everyone to love another. എല്ലാവരെയും സ്നേഹിക്കാനാണ് പറയുന്നത്. Live in peace and forget hatred. The repetition and symbolism in the poem spread a strong message of brotherhood and harmony. ബ്രദർഹുഡ്, സാഹോദര്യവും സഹവർത്തിത്വവുമാണ് കവിതയിൽ പറയുന്നത്. ഇനി 8 മുതൽ 10 വരെ പാസേജ് വായിച്ച് ഉത്തരം എഴുതുക. It was a cold winter evening when Mary and her younger brother Tom were walking home from school. They had to cross a small wooden bridge to reach their village. As they stepped on the bridge, Tom suddenly stopped. Look, Mary, he said excitedly. മേരി നോക്ക് എന്ന് പറഞ്ഞു. പോയിന്റിങ് ടു വെള്ളത്തിലേക്ക്. ദർ ഇസ് എ പപ്പി സ്റ്റക്ക് ഇൻ ദി സ്ട്രീം. ഒരു പട്ടിക്കുട്ടി ആ വെള്ളത്തിൽ കിടക്കാണ്. മേരി ലുക്ക് ഡൗൺ ആൻഡ് സോ ടൈനി ബ്രൗൺ പപ്പി സ്ട്രഗിളിംഗ് ടു ക്ലൈംബ് ഓൺ ദി ബാങ്ക്. തീരത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ഓ ഡിയർ, ഷി എക്സ്ക്ലൈംഡ്, വി കാൻ ലീവ് ഇറ്റ് ദർ, ഇറ്റ് വിൽ ഫ്രീസ്. നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോകാൻ പാടില്ല. വിതൗട്ട് വേസ്റ്റിംഗ് എ മൊമെന്റ് ടോം ക്ലൈംബ് ഡൗൺ കെയർഫുള്ളി വൈൽ മേരി ഹെൽഡ് ഹെർ school bag. The stones were slippery and the cold wind made him harder to balance. അവൻ അതിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ അവിടെ കാറ്റൊക്കെ ഉണ്ട്, അവന് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. After a few attempts, Tom managed to lift the shivering puppy out of water. വെള്ളത്തിൽ നിന്ന് എടുത്തു. Poor thing, Mary said, wrapping it in the scarf. സ്കാർഫിനുള്ളിൽ കയറ്റി വെച്ചു. Let's take it home. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. When they reached home, their mother was surprised to see that wet bundle is Mary's arm. Where did you find this puppy? She asked. എവിടുന്ന കിട്ടി ചോദിച്ചു അമ്മ. Tom explained everything and their mother smiled. You both did a kind thing. നിങ്ങൾ വലിയ കാര്യം ചെയ്തത്. Let's dye it by the fire and give it some milk. നമുക്കതിന് ഫുഡ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. മിൽക്ക് കൊടുക്കാം. That night the puppy slept beside the warm fire while Mary and Tom smiled, happy that they had saved a life. അവര് എന്ത് ചെയ്തു? അങ്ങനെ ഉറങ്ങി. ഒരു ദിവസം ഈ ഒരാളെ കുട്ടിയെ രക്ഷിച്ചല്ലോ, അല്ല ഒരു പപ്പിയെ രക്ഷിച്ചല്ലോ എന്ന ആശ്വാസത്തോടെ അവർ എന്താണ് ഹാപ്പി ആയിരുന്നു. What did Tom point out to Mary while crossing the bridge? ബ്രിഡ്ജ് കിടക്കുമ്പോൾ ടോം മേരിയോട് എന്താ പറഞ്ഞത്? He pointed out a puppy stuck in the stream. എന്താ കാണിച്ചു കൊടുത്തത്? സ്ട്രീമിൽ, അരുവിയിൽ വീണ് കിടക്കുന്ന പപ്പിയാണ് കാണിച്ചു കൊടുത്തത്. Complete the statement given below. Before going home, the children bought some milk, played on bridge, rescued the happy, met their friends. ഏതാ വരിക? പാരഗ്രാഫ് പ്രകാരം സി ഓൺലി അല്ലേ? അല്ല, ഉത്തരം എന്താണ്? നൗ ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. ഇവിടെ എ ഉണ്ട്, എയും ബിയും ശരിയാണ്, ഡിയും സിയും ശരിയാണ്, സി ഓൺലി ആണ് ശരി. സി മാത്രമാണ് നൺ ഓഫ് ദി അബവ്. അതായത് റെസ്ക്യൂഡ് ദ പപ്പി, പപ്പിയെ രക്ഷിച്ചു എന്നുള്ളത് മാത്രമാണ് ശരി. 10ാമത്തെ ഫ്രെയിം ആൻഡ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ സെന്റൻസ് ഗിവൺ ബിലോ. ഇതിനൊരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ. യു ബോത്ത് ഡിഡ് എ കൈൻഡ് തിങ്. അല്ലേ? അതിനെങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് വരിക? ഡിഡിൻറ്റ് യു, നിങ്ങൾ ചെയ്തില്ലേ എന്നാ ചോദിക്കുന്നു. ഇനി 11 മുതൽ 13 വരെയുള്ളതിൽ എ ഓർ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഇന്റർവ്യൂ വിത്ത് ഡോക്ടർ Ajit Parameshwar inspired you deeply that even you decide to write a diary entry. Draft the likely diary entry. അല്ലേ? ഡോക്ടർ അജിത് പരമേശ്വരനെ കണ്ടപ്പോൾ നിനക്ക് നല്ല സ്വാധീനപ്പെട്ടെ. അപ്പം അദ്ദേഹത്തെ ആ ദിവസത്തെക്കുറിച്ച് ഒരു ഡയറി തയ്യാറാക്കാം. അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി, ഹോണസ്റ്റി ആൻഡ് ഹാർഡ് വർക്ക് മാർക്ക് ദ ലൈഫ് ഓഫ് ഡോക്ടർ അജിത് പരമേശ്വരൻ.
കൗതുകവും സത്യസന്ധതയും അത്യധ്വാനവുമാണ് ഡോക്ടർ അജിത് പരമേശ്വരൻ്റെ ജീവിതത്തെ എന്ത് ചെയ്ത് മാർക്ക് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ടേക്കിംഗ് ഓഫ് സയൻസ് പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഡോക്ടർ അജിത് പരമേശ്വരൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ്. എങ്ങനെ തയ്യാറാക്കാം? ഡയറി ഇങ്ങനെ എഴുതാം അല്ലേ, ഡേറ്റ് എഴുതാം. ടുഡേസ് ടോക്ക് വിത്ത് ഡോക്ടർ അജിത് പരമേശ്വരൻ വാസ് ട്രൂലി ഇൻസ്പയറിംഗ്. He said curiosity and hard work are the keys to success in science. Realize that the great scientists start by asking small questions. ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചാണ് സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിട്ടുള്ളത്. I will work hard, observe everything carefully. ഞാൻ നന്നായി അധ്വാനിക്കും. And never stop being curious. ഞാൻ എപ്പോഴും കൗതുകങ്ങളായിരിക്കും. I feel motivated to follow my dreams like ഡോക്ടർ അജിത്. ഡോക്ടർ അജിത്തിനെ പോലെ ഞാനും എൻ്റെ സ്വപ്നങ്ങളെ ഫോളോ ചെയ്യും. ഈ ക്യാരക്ടർ സ്കെച്ചാണ്. ഡോക്ടർ അജിത് പരമേശ്വരൻ ഈസ് ക്യൂരിയസ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആസ്ട്രോഫിസിസ്റ്റ് ഫ്രം ദി സ്മോൾ വില്ലേജ് ഇൻ കേരള അല്ലേ. ഹീസ് ലൈഫ് ഷോസ് ദാറ്റ് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി ലീഡ് ടു ദി സക്സസ്. വിജയം ഉണ്ടാവാൻ ഡെഡിക്കേഷൻ വേണം. ഹീസ് സിമ്പിൾ, ഹംബിൾ ആൻഡ് പാഷനേറ്റ് അബൌട്ട് സയൻസ്. സയൻസിനെ കുറിച്ച് നല്ല പാഷനുള്ള ആളാണ്. ഹി എൻകറേജസ് സ്റ്റുഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്ലോർ ദ വേൾഡ് അറൌണ്ട് ദം. ഹിസ് ലൈഫ് ഈസ് എ മെസ്സേജ് ടു ദി ക്യൂരിയോസിറ്റി ആൻഡ് എഫേർട്ട് ക്യാൻ മേക്ക് എനിവൺ ഗ്രേറ്റ്. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഒരാളെല്ലാവരെയും ആൾ ഗ്രേറ്റ് ആയി മാറും എന്നാണ് പറയുന്നത്. ഇനി 12A. ആഫ്റ്റർ ഡെലിവറിങ് ഹിസ് ഫേമസ് സ്പീച്ച് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ഓൺ ദി ഈവ് ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് ഹിസ് യങ് കൊളീഗ്സ്. ജവഹർലാൽ നെഹ്റു അവിടെയുള്ള യുവാക്കളുമായിട്ട് സംസാരിച്ചു. പ്രിപ്പയർ ദി ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ നെഹ്റു ആൻഡ് ഹിസ് കൊളീഗ് എക്സ്പ്രസിങ് ദെയർ ഫീലിങ്സ് അബൌട്ട് ഫ്രീഡം, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ അല്ലെ. ഫ്രീഡവും സ്വാതന്ത്ര്യം, ഉത്തരവാദിത്തം, ഇന്ത്യയുടെ ഭാവി എന്നതിനെക്കുറിച്ച് നെഹ്റുവും അദ്ദേഹത്തിൻ്റെ കൊളീഗും കൂട്ടുകാരും തമ്മിൽ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു ഹിവാർ എന്നല്ല, ഒരു കോൺവെർസേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൺ ബിലോ യൂസിങ് സ്യൂട്ടബിൾ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ പിക്ചറിന് ഒരു വിശദീകരണം കൊടുക്കുക. എങ്ങനെ എഴുതാം? സ്പീക്കർ കൊളീഗ് പറയും, സർ യുവർ സ്പീച്ച് ഫിൽഡ് മൈ ഹേർട്ട് വിത്ത് ഹോപ്പ്. ഇന്ത്യാസ് ഫ്രീഡം ഫീൽസ് ലൈക്ക് എ ഡ്രീം കം ട്രൂ. അപ്പം നെഹ്റു പറയുന്നു, യെസ് ഇറ്റ്സ് ന്യൂ ഡോൺ ഫോർ അവർ നേഷൻ ബട്ട് ഫ്രീഡം ബ്രിങ്സ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ടു. കൊളീഗ് പറയും, യു ആർ റൈറ്റ് സാർ, വി മസ്റ്റ് വർക്ക് ഹാർഡ് ടു ബിൽഡ് ജസ്റ്റ് എ സ്ട്രോങ് കൺട്രി. നെഹ്റു പറയുന്നു, ടുഗദർ വി വിൽ ഷേപ്പ് ഇന്ത്യാസ് ഡെസ്റ്റിനി വിത്ത് യൂണിറ്റി ആൻഡ് കറേജ്. അപ്പോൾ കൊളീഗ്, സർ വാട്ട് ഡു യു തിങ്ക് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ബിഫോർ അസ് നൗ. എന്താണ് ഇനി ചലഞ്ച് ചെയ്യുന്നത്? അപ്പം നെഹ്റു, ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഈസ് റിമൂവ് പ്രോവർട്ടി ആൻഡ് ഇഗ്നറൻസ്. ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കൊളീഗ് ചോദിക്കുന്നു, ഐ ബിലീവ് അവർ യൂത്ത് വിൽ ടേക്ക് അപ്പ് ദാറ്റ് മിഷൻ വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് എനർജി അല്ലേ. യൂത്ത് അത് കാര്യം ഏറ്റെടുക്കും. അപ്പം നെഹ്റു പറയുന്നു, യെസ് യങ് പീപ്പിൾ ലൈക്ക് യു ആർ ദി ടോർച്ച് ബെഞ്ചേഴ്സ് ഓഫ് അവർ നേഷൻ ഫ്യൂച്ചർ. ലെറ്റ്സ് മൂവ് ഫോർവേഡ് വിത്ത് ഫെയ്ത്ത് ആൻഡ് ഡിറ്റർമിനേഷൻ. യുവാക്കളാണ് അത് ഏറ്റെടുക്കേണ്ടത് എന്ന് പറയും. ഇനി പിക്ചറിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സീനറി. ദ സൺ റൈസിങ് സ്ലോലി ബിഹൈൻഡ് ദ tall mountains, spreading golden rays അല്ലേ, അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. ഓവർ ഗ്രീൻ വാലി, ബേർഡ്സ് ആർ ഫ്ലൈയിങ് അക്രോസ് ദ സ്കൈ ആൻഡ് എ ക്ലിയർ റിവർ ഫ്ലോസ് ത്രൂ ദി ഫീൽഡ്സ്. പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഗ്ലോ ഇൻ ദി സോഫ്റ്റ് മോർണിംഗ് ലൈറ്റ്, ക്രിയേറ്റിംഗ് എ കാം, വീണ്ടും വന്നു അല്ലേ, റിഫ്രഷിംഗ് സീൻ. ദി പിക്ചർ ഷോസ് ദ ബ്യൂട്ടി ആൻഡ് ദ ഹാർമണി ഓഫ് നേച്ചർ ആൻഡ് റിമൈൻസ് us to appreciate and protect it. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. ആഫ്റ്റർ ഈസ് അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് വിത്ത് മിസ്റ്റർ ലുയില ബെയ്റ്റ്സ്, വാഷിംഗ്ടൺ ജോൺസ്, റോഗർ ഫീൽസ് ഗ്രേറ്റ്ഫുൾ ആൻഡ് വാണ്ട്സ് ടു എക്സ്പ്രസ് ഹിസ് താങ്ക്സ് ഇൻ റൈറ്റിംഗ്. റോജർ decide to write an email to Mr. Jones expressing his gratitude and promising to live honestly. Draft the likely email അല്ലേ. അപ്പോൾ ഇവിടെ ജോണിന് അയക്കുന്ന ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് കണക്റ്റിംഗ് ഇറ്റ് വിത്ത് ദി ഐഡിയാസ് ഇൻ ദി സ്റ്റോറി താങ്ക് യു മാം എന്ന സ്റ്റോറിയിലെ ഐഡിയാസുമായി കണക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് പാരഗ്രാഫ് തയ്യാറാക്കാനാണ്. എങ്ങനെ തയ്യാറാക്കാം? ഇമെയിൽ അഡ്രസ്സ് ചെയ്ത താങ്ക് യു ഫോർ യുവർ കൈൻഡ്നെസ്,
Dear Mr. Jones, how are you? Hope you are keeping fine. I will never forget your kindness and forgiving your nature. You have taught me that trust and care can change a person's life. I promise to live honesty and make you proud. Thank you for treating me like your own child and saving me from a troubled situation. I will never repeat such bad activities in my life എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി അതുപോലുള്ള ആക്ടിവിറ്റീസ് ആവർത്തിക്കില്ല എന്ന് റോജർ പറഞ്ഞുകൊണ്ട് ജോണിന് കത്തെഴുതും. ഈ പാരഗ്രാഫ് എങ്ങനെ എഴുതാം? ദ പിക്ചർ റിമൈൻസ് അസ് എ സീൻ ഫ്രം ദി സ്റ്റോറി താങ്ക് യു മാം എന്ന കഥയിലെ ഒരു ചിത്രമാണ് ഇതിനെ യോജിപ്പിക്കുന്നത്. ബൈ ലോങ്സ്റ്റൺ ഹ്യൂഗ്സ്. ഇറ്റ് ഷോസ് എ കൈൻഡ് വ്യൂമൺ ആൻഡ് എ ബോയ് സിറ്റിംഗ് ടുഗദർ അറ്റ് എ ടേബിൾ ഷെയറിങ് എ സിമ്പിൾ മീൽ. അല്ലേ, ഒരു മീൽ ഷെയർ ചെയ്യാം. ദ വുമൺ ലൈക്ലി മിസ്റ്റർ ലൂയില Bates Washington Jones in the story seems to be caring and motherly. She is mixing something in bowl, perhaps preparing food for the boy while he sits quietly looking thoughtful. The scenes reflect the warmth, forgiveness and compassion that Mr. Jones showed Roger when she took him home, fed him, and taught him a lesson in trust and kindness instead of punishing him. അല്ലേ, അവനെ ശിക്ഷിക്കുന്നതിന് പകരം അവനോട് ദയ കാണിക്കുക ചെയ്ത്. ഇറ്റ് ബ്യൂട്ടിഫുള്ളി ക്യാപ്ചേഴ്സ് ദ തീം ഓഫ് ലവ്. ലവിൻ്റെ തീമാണ് അതിനുള്ളത്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ക്യാൻ ചേഞ്ച് എ പേഴ്സൺസ് ഹേർട്ട്. ഒരു മനുഷ്യൻ്റെ ഹൃദയം മാറ്റാൻ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി. ഇനി അടുത്തത് 14. പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് കെ.ആർ. നാരായണൻ. കെ.ആർ. നാരായണൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കണം. അദ്ദേഹത്തിൻ്റെ ബർത്ത് 1906, പ്ലേസ് ഓഫ് ബർത്ത് ചെന്നൈ, എഡ്യൂക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്. അദ്ദേഹത്തിൻ്റെ വർക്ക് ഗൈഡ്, സ്വാമി ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ടീച്ചർ, ബാച്ചിലർ ഓഫ് ആർട്സ്, മൽഗുഡി ഡേയ്സ്, അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡ്, പത്മവിഭൂഷൺ, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ആർ കെ നാരായണൻ്റെ എങ്ങനെ പ്രൊഫൈൽ തയ്യാറാക്കാം? ആർ കെ നാരായൺ, അങ്ങനെ ആദ്യം ഹെഡിങ് കൊടുക്കുക. ആർ കെ നാരായൺ, ദ ഫേമസ് ഇന്ത്യൻ നോവലിസ്റ്റ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, വാസ് ബോൺ ഇൻ 1906 ഇൻ ചെന്നൈ. ചെന്നൈയിൽ ജനിച്ചു. He had a bachelor degree from the University of Madras. His major works include The Guide, Swami and Friends, The English Teacher. Bachelor of Arts, Malgudi Days. He won the Sahitya Academy Award in 1961 and Padma Vibhushan in 2000. He passed away in 2001. അല്ലേ, ഇനി 15 മുതൽ 17. റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ന്യൂസ് ഹെഡ്ലൈൻസ് എന്താണ്? ഇന്ത്യൻ സയൻറ്റിസ്റ്റ് വിൻ നോബൽ പ്രൈസ് ഫോർ മെഡിക്കൽ റിസർച്ച്. നോബൽ പ്രൈസ് കിട്ടിയതാണ്. ഹെവി റെയിൻസ് കോസ് ഫ്ലഡ്സ് ഇൻ സെൻട്രൽ കേരള. കേരളത്തിൽ ശക്തമായ മഴ. ദ ഗവൺമെൻറ് ലോഞ്ചസ് എ ന്യൂ സ്കീം ടു പ്രൊമോട്ട് ദ യൂസ് ഓഫ് സോളാർ എനർജി. സോളാർ എനർജി പ്രോത്സാഹിപ്പിക്കാൻ പുതിയ സ്കീം കൊണ്ടുവരുന്നു. വേൾഡ് ലീഡേഴ്സ് സൈൻ ഹിസ്റ്റോറിക് പീസ് എഗ്രിമെൻറ്റ് ഇൻ ജനീവ. ജനീവയിൽ പീസ് എഗ്രിമെൻറ്റ്, സമാധാന കരാർ. ഐഡൻറ്റിഫൈ ദ ഹെഡ്ലൈൻ ദാറ്റ് റിപ്പോർട്ട്സ് എ നാച്ചുറൽ ഡിസാസ്റ്റർ. നാച്ചുറൽ ഡിസാസ്റ്ററിനെ കുറിച്ച് പറയുന്ന സെൻറ്റൻസ് എന്താണ്? ന്യൂസ് ഏതാണ്? ഹെവി റെയിൻസ് അല്ലേ. വിച്ച് ഹെഡ്ലൈൻ ഇൻഡിക്കേറ്റ് ദി ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ടു റിന്യൂവബിൾ എനർജി അല്ലേ. പുനരുപയോഗ എന്താണ് ഊർജം, അതിനെക്കുറിച്ച് പറയുന്ന ഗവൺമെൻറ് ഇനീഷ്യേറ്റീവിൻ്റെ ന്യൂസ് ഏതാണ്? ഇതാണ് അല്ലേ, സോളാർ എനർജി. വാട്ട് ഡസ് ദ പീസ് അഗ്രിമെൻറ്റ് സൈൻ ഇൻ ജനീവ സിഗ്നിഫൈ? ജനീവയിലെ എന്താണ് പീസ് അഗ്രിമെൻറ്റ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? Global conflicts are increasing. Nations are showing interest in war. Countries are working together for world peace. International relation breaking down. ഏതിനെ സൂചിപ്പിക്കുന്നത്? കൺട്രീസ് ആർ വർക്കിംഗ് ടുഗദർ ഫോർ വേൾഡ് പീസ്. ലോകസമാധാനത്തിന് ജനങ്ങൾ ഒന്നിക്കുന്നു എന്നുള്ളതാണ്. ഇനി 18. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബ് വെക്കണം. The narrator was in great trouble after winning the road engine, but ran into put up with give up, turned out. ഇതൊക്കെ വെക്കണം. He had too many problems. This became worse when the engine ഇവിടെ വെക്കണം. ബി എന്ന് എഴുതി ഉത്തരവ്. The wall of nearby compound. The showman had already left down and the narrator felt everything had to be a disaster. Still he decided to. എങ്ങനെ എഴുതാം അല്ലേ? അതിൽ എ പുട്ട് അപ്പ് വിത്ത് എന്നാണ്, ബി ടേൺഡ് ഔട്ട് എന്നാണ്,
സിയും ടേൺഡ് ഔട്ട് ആണ്. ഡു ഗിവ് അപ്പ് ആണ്. നോട്ട് റാൻ ഇൻ ടു ഈസ് അൺയൂസ്ഡ് ആൻഡ് ടേൺഡ് ഔട്ട് ഈസ് യൂസ്ഡ് ട്വൈസ് ഇൻ ദി ആൻസർ കീ പ്രൊവൈഡഡ്. കേട്ടോ, 2 പ്രാവശ്യം. അപ്പോൾ ഒരെണ്ണം യൂസ് ചെയ്യണ്ട. ദ പാരഗ്രാഫ് ഗിവൺ ബിലോ കണ്ടെയ്ൻ സം എറർ, ഐഡന്റിഫൈ ദം ആൻഡ് എഡിറ്റ്. ഈ പാരഗ്രാഫിൽ കുറച്ച് തെറ്റുണ്ട്, അത് തിരുത്താനാണ് പറയുന്നത്. വെൻ ഷീ ഗോട്ട് ടു ഹെർ ഡോർ ഷീ ഡ്രാഗ് ദ ബോയ് ഇൻസൈഡ് ഡൗൺ എ ഹാൾ ആൻഡ് ബി എ ലാർജ് kitchenette furnished room at the rear of the house. She switched on the light and left the door. A sea boy could hear other roomers laughing and talking in the large house. ഇതിലെന്തൊക്കെ തെറ്റുണ്ട്? അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെ വരിക? ഇവിടെ ഡ്രാഗഡ് ആവും. ഏത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഡ്രാഗ് എന്നുള്ളത് ഡ്രാഗഡ് എന്നാക്കണം. പിന്നെ അതുപോലെ അടുത്തത് ഇൻ ടു ആക്കണം. ഇവിടെ എന്താ കിടക്കുന്നത് ഇൻ എന്നാണുള്ളത്, ഇൻ ടു ആക്കണം. പിന്നെ അതുപോലെ ഇവിടെ സി എന്നുള്ളത് എ എന്നുള്ളത് എന്താവും? ബോയ് എന്നുള്ളത് ദി ബോയ് എന്നാവും. പിന്നെ ഡി ലാഫിംഗ് എന്നാക്കണം. ഇത് തെറ്റുണ്ട്, LAU എന്നുള്ളത്. കേട്ടോ, LAU എന്ന് വേണം. ഇനി 20ാമത്തെ ചോദ്യം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മുനിസിപ്പൽ ചെയർമാൻ ആൻഡ് ദ നരേറ്റർ ഓഫ് ദി സ്റ്റോറി എൻജിൻ ട്രബിൾ. എൻജിൻ ട്രബിൾ എന്ന കഥയിലെ നരേറ്ററും മുനിസിപ്പൽ ചെയർമാനും തമ്മിലുള്ള ഇത് പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഇവിടെ കുറച്ച് ഡയലോഗുകളില്ല. സ്പീക്കറുടെ നരേറ്റർ പറയുന്നത് ഗുഡ് മോർണിംഗ്. മുനിസിപ്പൽ ചെയർമാൻ ഗുഡ് മോർണിംഗ്, പ്ലീസ് ബി സീറ്റഡ്. നരേറ്റർ പറയുന്നത് താങ്ക് യു സാർ, ഐ ഹാവ് എ സ്മോൾ റിക്വസ്റ്റ്. മുനിസിപ്പൽ ചെയർമാൻ എന്താ പറഞ്ഞു അത് എഴുതണം. അത് എ എന്ന് കൊടുത്ത് എഴുതണം. നരേറ്റർ ഐ ഹാവ് 1 റോഡ് എൻജിൻ ലോട്ടറി, അല്ലേ? അപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ എന്താ പറഞ്ഞത്? വാട്ട് ഇസ് ഇറ്റ്, എന്താണത് എന്നാണ്, അല്ലേ? പിന്നെ ഐ ഹാവ് 1 റോഡ് എൻജിൻ ലോട്ടറി. അപ്പോൾ മുനിസിപ്പൽ റോഡ് എൻജിൻ, ദാറ്റ്സ് ക്വൈറ്റ് അൺയൂഷ്വൽ. ചെയർമാൻ ക്വൈറ്റ് അൺയൂഷ്വൽ. എൻ്റെ ബാക്കി എന്ന് പറഞ്ഞു ഈസിൻറ്റ് ഇറ്റ്, അങ്ങനെ തന്നെയല്ലേ? പിന്നെ അപ്പം നരേറ്റർ യെസ് സാർ, ഐ ഡോണ്ട് നോ വാട്ട് ഷുഡ് ഐ ഡു വിത്ത്. മുനിസിപ്പൽ ചെയർമാൻ വെൽ you had better move it soon or it will block the road. പിന്നെ അപ്പോൾ ഇഫ് യു കുഡ് ബൈ ഇറ്റ് ഫോർ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി നിങ്ങളത് വാങ്ങിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഹെൽപ്പ് സാർ, അത് ഗ്രേറ്റ് ഹെൽപ്പ് ആയിരിക്കും എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസറുകളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.